up really advanced systems for detecting that kind of interference in the democratic process and more broadly, being able to identify when people are standing up networks of fake accounts that are not behaving in a way that normal people would, to be able to weed those out and work with law enforcement and election commissions and folks all around the world and intelligence community to be able to coordinate and be able to deal with that effectively. കഴിഞ്ഞ 20 വർഷത്തിനിടെ മരിച്ചുപോയ 18 കോടി മനുഷ്യരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ഇനിയും ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അക്കൗണ്ട് തുറന്ന ശേഷം ഇതുവരെയായി ഒരു പോസ്റ്റ് പോലും ഇടാത്ത 30 കോടി ഫേസ്ബുക്ക് പ്രൊഫൈലുകളുണ്ട്. 3 കോടിയിലേറെ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ പാസ്വേഡ് നഷ്ടപ്പെട്ട് തുറക്കാനാവാതെ ഉപേക്ഷിക്കപ്പെട്ടു. സൈക്യാട്രിസ്റ്റുകളുടെ ഉപദേശം മൂലം നെഗറ്റീവ് ഇമ്പാക്ട് ഓൺ മെന്റൽ ഹെൽത്ത് എന്ന കാരണം കൊണ്ട് ഉപയോഗിക്കപ്പെടാത്ത 10 കോടിയിലേറെ ഫേസ്ബുക്ക് അക്കൗണ്ടുകളുണ്ട്. 2024 സാമ്പത്തിക വർഷത്തിന്റെ അവസാനം മാർക്ക് സുക്കർബർഗിന്റെ മെറ്റ തങ്ങളുടെ ബാലൻസ് ഷീറ്റിൽ അവകാശപ്പെട്ടത് ഫേസ്ബുക്കിന് 306 കോടി ആക്റ്റീവ് മന്ത്ലി യൂസേഴ്സ് ഉണ്ടെന്നാണ്. ലോക ജനസംഖ്യയുടെ 1/3 കൂടുതൽ. ആ 306 കോടിയിൽ ഉൾപ്പെടും നേരത്തെ പറഞ്ഞ കോടിക്കണക്കിന് ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ. മരിച്ചവരുടെ ഡിലീറ്റ് ചെയ്യപ്പെടാത്ത അക്കൗണ്ടുകൾ, മടുത്ത് ഉപേക്ഷിച്ചു പോയവരുടെ പ്രൊഫൈലുകൾ, മനസ്സിന് ബലം നഷ്ടപ്പെട്ട് സോഷ്യൽ മീഡിയ ഉപേക്ഷിച്ചവരുടെ ഫേസ്ബുക്ക് ടച്ച് പോയിന്റുകൾ, എന്ത് പോസ്റ്റ് ചെയ്തിട്ടും ആരും കാണാനില്ലാത്തതിനാൽ വീഡിയോ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലേക്ക് ചേക്കേറിയവരുടെ പേജുകൾ. എനിക്ക് 42 വയസ്സായി. 17 വർഷം മുമ്പ് ഞാൻ ആരംഭിച്ച ഫേസ്ബുക്ക് പ്രൊഫൈലിന് പക്ഷെ മനസ്സുകൊണ്ട് വയസ്സ് 65 എന്നെക്കാൾ 20 വർഷം പ്രായക്കൂടുതലുള്ള ഫേസ്ബുക്ക് അക്കൗണ്ട് ഞാൻ ഇപ്പോഴും ഉപേക്ഷിച്ചിട്ടില്ലെങ്കിലും ആഴ്ചയിൽ 1 മണിക്കൂർ പോലും ആ പ്ലാറ്റ്ഫോമിൽ ഞാൻ ഉണ്ടാകാറില്ല. എന്നെപ്പോലെ കോടിക്കണക്കിന് പേരുണ്ട്. തങ്ങളെക്കാൾ പ്രായമായി പോയ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഇടയ്ക്കിടെ പോയി സന്ദർശനം നടത്തി തിരിച്ചു വരുന്നവർ. ആ പ്ലാറ്റ്ഫോം ജനിച്ച് 3-ാം വർഷം മുതൽ മാർക്ക് സക്കർബർഗ് കേൾക്കുന്നുണ്ട്, ഈസ് ഫേസ്ബുക്ക് ഡൈയിങ്. എല്ലാ കാലത്തും അതുണ്ടായിരുന്നു. ഈസ് ഫേസ്ബുക്ക് ഡിസപ്പിയറിംഗ് എന്ന കീവേഡ് ട്രിഗർ ചെയ്യുന്ന 14 ലക്ഷം റിസൾട്ട് ഉണ്ട് ഗൂഗിളിൽ. അവയല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇത് കാര്യം അല്പം കൂടി ഗൗരവമുള്ളതാണ്. ഭൂമിയിൽ 2 പതിറ്റാണ്ടോളം ആ ബ്ലൂ റിബണിന്റെ വാഴ്ചയായിരുന്നു. നവമാധ്യമങ്ങളുടെ കാലത്ത് അവർ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ചു. 300 കോടി പ്രതിദിന ഉപഭോക്താക്കൾ എക്കാലവും അവരുടെ സ്വകാര്യ അഹങ്കാരമായി. ഇന്ന് ആ കോട്ടയിൽ വീണ വിള്ളലുകൾ ഓരോ ദിവസവും വലുതാവുന്നു. യുവത്വത്തിന്റെ ചടുലമായ കാൽപെരുമാറ്റം അവിടെ കേൾക്കാനേയില്ല. ഇത് കുറയുന്ന സൈനപ്പുകളുടെ മാത്രം കാര്യമല്ല. ലോകത്തെ ബന്ധിപ്പിച്ച പ്ലാറ്റ്ഫോം അടുത്ത തലമുറ അകലേക്ക് നടന്നു പോകുന്നത് നോക്കി നെടുവീർപ്പിട്ട് നിൽക്കുന്ന ശോകകഥയാണ്. ഫേസ്ബുക്ക് മരിക്കുകയാണ് എന്ന് അനലിസ്റ്റുകൾ വിശദീകരിക്കുമ്പോൾ ഒന്നോർക്കണം, മന്ത്ലി ആക്റ്റീവ് യൂസർമാരുടെ എണ്ണത്തിൽ ഫേസ്ബുക്ക് ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും വലിയ സോഷ്യൽ നെറ്റ്വർക്കാണ്. എന്നാൽ ഇവിടെ തന്നെയാണ് ഈ കഥയുടെ വഴി തിരിയുന്നതും. ഫേസ്ബുക്കിലേക്ക് എത്തുന്ന പുതിയ മനുഷ്യരുടെ എണ്ണത്തിലെ വളർച്ചാ നിരക്ക് കുത്തനെ കുറയുകയാണ്. ഉദാഹരണത്തിന് 2021 ഓരോ ദിവസവും 3.5 കോടി പുതിയ അക്കൗണ്ടുകൾ ഫേസ്ബുക്കിൽ സൃഷ്ടിക്കപ്പെട്ടിരുന്നു. ഒരു മണിക്കൂറിൽ 15 ലക്ഷത്തോളം അക്കൗണ്ടുകൾ. ഇത് 2024 ആയപ്പോഴേക്കും ഓരോ ദിവസവും സൃഷ്ടിക്കപ്പെടുന്നത് 75 ലക്ഷം അക്കൗണ്ടുകളായി കുറഞ്ഞു. വെറും 3 വർഷം കൊണ്ട് 6 ഇരട്ടിയോളം കുറവ്. അക്കൗണ്ടുകൾ സൃഷ്ടിക്കപ്പെടുന്നത് കുറയുമ്പോഴും ആകെ ഉപഭോക്താക്കളുടെ എണ്ണം പെരുപ്പിച്ച് കാണിക്കുന്നതിന് കാരണം ആക്റ്റീവ് അല്ലാത്ത 200 കോടിയിലേറെ ഫേസ്ബുക്ക് പ്രൊഫൈലുകളാണ്. ഇത് വിശ്വസിക്കാൻ പ്രയാസമാകും. എന്നാൽ ഒരു അമ്പരപ്പിക്കുന്ന ഡാറ്റ പറയാം. 2020 മുതൽ 2025 വരെ ഓരോ ദിവസവും ശരാശരി 1.7 കോടി ഫേക്ക് അക്കൗണ്ടുകൾ ഫേസ്ബുക്ക് റിമൂവ് ചെയ്യുന്നുണ്ട്. ദിനംപ്രതി പുതുതായി സൃഷ്ടിക്കപ്പെടുന്ന അക്കൗണ്ടുകളും റിമൂവ് ചെയ്യപ്പെടുന്ന അക്കൗണ്ടുകളും തമ്മിൽ ലക്ഷങ്ങളുടെ വ്യത്യാസമേ ഉള്ളൂ. ഇനി പറയേണ്ടത് ആരാണ് ഫേസ്ബുക്ക് പ്രൊഫൈലുകൾ കൈവശം വെച്ചിരിക്കുന്നത് എന്നും ആരാണ് ഉപേക്ഷിച്ചു പോയതെന്നുമാണ്. പ്യൂ റിസർച്ച് സർവേ കണ്ടെത്തിയത് ഏറ്റവും അധികം ഫേസ്ബുക്ക് ഉപഭോക്താക്കളുള്ള അമേരിക്കയിലെയും ഇന്ത്യയിലെയും കൗമാരക്കാരിൽ 1/3 പേർ മാത്രമേ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുള്ളൂ എന്നാണ്. 2014-2015 71% കൗമാരക്കാർ ഫേസ്ബുക്ക് ഉപയോഗിച്ചിരുന്ന സ്ഥാനത്താണിത്. കൗമാരക്കാരിൽ 93% പേർ യൂട്യൂബ് ഉപയോഗിക്കുന്നു. 63% പേർ ടിക്ടോക്കിൽ സജീവമാണ്. 60% പേർ സ്നാപ്ചാറ്റിൽ ദിവസവും സൈൻ ഇൻ ചെയ്യുന്നു. 59% കൗമാരക്കാർ ഇൻസ്റ്റഗ്രാമിലുണ്ട്. സോഷ്യൽ മീഡിയകളുടെ ഗോൾഡൻ ഏജ് ഗ്രൂപ്പാണ് 13 മുതൽ 20 വയസ്സ് വരെയുള്ളവർ. ജെൻസിയും ജെൻ ആൽഫയും ഒഴിഞ്ഞു പോകുന്നതിനനുസരിച്ച് ഫേസ്ബുക്കിന്റെ യൂസർ ബേസിന് കാലക്രമേണ പ്രായമാകുന്നു. 25 മുതൽ 34 വയസ്സ് വരെ പ്രായമുള്ള മില്ലനിയൽസാണ് നിലവിൽ ഫേസ്ബുക്കിലെ ഏറ്റവും വലിയ ജനസംഖ്യാ വിഭാഗം. ആഗോളതലത്തിൽ ഫേസ്ബുക്ക് യൂസേഴ്സിന്റെ 31% ഇവരാണ്. അവരാണ് പ്ലാറ്റ്ഫോമിലെ പുതിയ യുവത്വം. പക്ഷേ അവർ 30കളുടെ മധ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയുമാണ്. അധികം വൈകാതെ അവർ 40കളിലും എത്തും. പ്രായമായവരാണ് ഫേസ്ബുക്ക് ആപ്പ് ഓപ്പൺ ചെയ്യുന്നത് എന്നത് മാത്രമല്ല പ്രശ്നം. അവിടെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് പ്രായമായ ഏജ് ഗ്രൂപ്പാണ്.
45നും 54നും ഇടയ്ക്ക് പ്രായമുള്ള ഉപയോക്താക്കൾ പ്രതിദിനം ശരാശരി 36 മിനിറ്റ് ഫേസ്ബുക്കിൽ ചെലവഴിക്കുന്നു. 55 മുതൽ 64 വയസ്സ് വരെ പ്രായമുള്ളവർ പ്രതിദിനം ശരാശരി 45 മിനിറ്റ് സമയം ഫേസ്ബുക്കിലാണ്. 18 മുതൽ 24 വയസ്സ് വരെ പ്രായമുള്ള പ്രൊഡക്ടിവിറ്റി കൂടുതലുള്ള യുവത്വം പ്രതിദിനം 22 മിനിറ്റ് മാത്രമാണ് ഫേസ്ബുക്ക് ആപ്പിലുള്ളത്. യങ് യൂസർമാരെ നഷ്ടപ്പെടുന്നത് ഒരു സോഷ്യൽ മീഡിയ ആപ്പിന് നിർണായകമാണ്. ഒരു കൗമാരക്കാരൻ ആ പ്ലാറ്റ്ഫോമിൽ ഇല്ലെങ്കിൽ അവന്റെ ഫ്രണ്ട് സർക്കിളിലെ 20 പേർ കൂടി അവിടെ ഇല്ല എന്നാണ് അർത്ഥം. അത് യുവത്വത്തിനിടയിലെ നെറ്റ്വർക്ക് ഇഫക്റ്റിനെ ഇല്ലാതാക്കുന്നു. നിങ്ങളുടെ സമപ്രായക്കാർ, നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളും സഹപാഠികളും അവിടെ ഇല്ലാതാകുമ്പോൾ ഒരു സോഷ്യൽ നെറ്റ്വർക്കിന്റെ പ്രയോജനവും ആകർഷണീയതയും ഗണ്യമായി കുറയും. മുതിർന്നവരുടെ നിരീക്ഷണത്തിൽ നിന്ന് മുക്തമായ തങ്ങൾക്ക് മാത്രമുള്ള ഓൺലൈൻ സ്പേസ് വാഗ്ദാനം ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകളിലേക്ക് യങ് യൂസർമാർ പോകുന്നു. മുതിർന്നവരുടെ ലോകത്തിന്റെ വിധിന്യായത്തിന്റെയോ സദാചാര വേലിക്കെട്ടുകളുടെയോ പിടിയില്ലാതെ സ്വയം എക്സ്പോസ് ചെയ്യാൻ അവർക്ക് കഴിയണം. മെറ്റയുടെ തന്നെ ഇൻസ്റ്റഗ്രാം, സ്നാപ്ചാറ്റ്, ടിക്ടോക്ക് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഈ വേർതിരിവ് കൃത്യമായി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്ക് കയ്യിൽ വടിയുമായി നിൽക്കുന്നൊരു സ്കൂൾ ഹെഡ് മാസ്റ്ററെ പോലെ തോന്നുമ്പോൾ കൂളാവാൻ ഇഷ്ടമുള്ള കുട്ടികൾ പിണങ്ങിപ്പോകും. അതോടെ പ്ലാറ്റ്ഫോം എന്നേക്കുമായി അൺകൂളാകും. ഫേസ്ബുക്ക് സ്റ്റെബിലിറ്റിയിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. പോസ്റ്റ് പ്ലസ് ഷെയർ പ്ലസ് കമന്റ് മോഡലിന്റെ സോളിഡ് സ്ട്രക്ചറിൽ ഫേസ്ബുക്ക് ഡോക്യുമെന്റേഷനു വേണ്ടി നിർമ്മിച്ചതാണ്. ചിന്തിക്കാനും ക്യൂറേറ്റ് ചെയ്യാനും നിങ്ങൾ ജീവിച്ചിരുന്നു എന്നതിന് ഒരു പെർമനന്റ് മാർക്ക് അവശേഷിപ്പിക്കാനും അത് നിങ്ങളോട് ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് പുതിയ തലമുറയ്ക്ക് ഫേസ്ബുക്ക് ഒരു സോഷ്യൽ നെറ്റ്വർക്ക് എന്നതിനേക്കാൾ ഡിജിറ്റൽ ആർക്കൈവ് പോലെയാണ് അനുഭവപ്പെടുന്നത്. അവരുടെ മാതാപിതാക്കൾ ഇപ്പോഴും തങ്ങളുടെ പഴയ ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്ത് സൂക്ഷിക്കുന്നവരിടം. അമ്മ തന്റെ പേരക്കുട്ടികളുടെ അവധിക്കാല ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന സ്ഥലം. അച്ഛൻ രാഷ്ട്രീയ രോഷങ്ങൾ ഷെയർ ചെയ്യുന്നിടം. ചെറുപ്പക്കാർക്ക് ഫേസ്ബുക്ക് അവരുടെ പാരന്റ് ജനറേഷനുമായി ബന്ധപ്പെട്ട നൊസ്റ്റാൾജിയ മാത്രമായിരിക്കുന്നു. ഫേസ്ബുക്കിന്റെ സ്ക്രോൾ ലീനിയറാണ്. പുതിയ പ്ലാറ്റ്ഫോമുകൾ ഊർജ്ജസ്വലമായ അൺപ്രഡിക്റ്റബിളായ പ്രവാഹവും. അതുകൊണ്ട് അവർ വിജയിക്കും. ഫേസ്ബുക്കിൽ ഇല്ലാത്ത സ്പിരിറ്റ് അവർ ഇൻസ്റ്റഗ്രാമിൽ കാണും. ചെറുപ്പക്കാരായ കണ്ടന്റ് ക്രിയേറ്റർമാർ അകന്നു പോകുമ്പോൾ ഫേസ്ബുക്കിനായി പുതിയ കണ്ടന്റ് നിർമ്മിക്കുന്നവർ കുറയുകയും ചെയ്യുന്നുണ്ട്. 41% കഴിഞ്ഞ 5 വർഷമായി ഫേസ്ബുക്ക് റീച്ചിൽ കുറവുണ്ടായിരിക്കുന്നത്. എന്ത് പോസ്റ്റ് ചെയ്താലും കടലിൽ മുങ്ങിപ്പോകുന്ന അവസ്ഥ. ഒരു എക്കോ ചേംബറിൽ സംസാരിക്കും പോലെയാണ് ഫേസ്ബുക്ക് എന്ന് പ്യൂ റിസർച്ചിന്റെ സർവേയിൽ പങ്കെടുത്ത കൗമാരക്കാർ അഭിപ്രായപ്പെട്ടത്. അതുകൊണ്ടാണ് ഇതിന് പരിഹാരമായാണ് ഇൻസ്റ്റഗ്രാമിനെ കൂടി ചേർത്ത് റീൽസ് എന്ന ആശയം കൊണ്ടുവന്നത്. ഇൻസ്റ്റയിൽ വിജയിച്ച തന്ത്രം പക്ഷേ ഫേസ്ബുക്കിൽ ഏശിയില്ല. എന്നാൽ ഫേസ്ബുക്കിൽ യൂസർമാർ ചെലവഴിക്കുന്ന സമയത്തിന്റെ വലിയൊരു ഭാഗം ഇപ്പോൾ റീൽസാണ്. അതായത് പ്ലാറ്റ്ഫോം അതിന്റെ യഥാർത്ഥ പോസ്റ്റ് പ്ലസ് ഷെയർ ഫീഡ് സ്വത്തും ബലികഴിച്ച് അതിന്റെ എതിരാളിയുടെ ഒരു ക്ലോൺ ആവുന്നു. ഇതാണ് മരിക്കുന്ന എല്ലാ സാമ്രാജ്യങ്ങളുടെയും ദുരന്തപൂർണമായ തിരഞ്ഞെടുപ്പ്. അനുകരിക്കുക അല്ലെങ്കിൽ നശിക്കുക. യൂസർമാർ ബാക്കിയുള്ള പ്ലാറ്റ്ഫോമുകളിൽ പോസ്റ്റ് ചെയ്ത് സമയമുണ്ടെങ്കിൽ മാത്രം ബാക്കിയായ കണ്ടന്റ് ഫേസ്ബുക്കിലിടുന്നു. ഇത് കണ്ടന്റ് ക്വാളിറ്റിയിലും എൻഗേജ്മെന്റ് ക്വാളിറ്റിയിലും വലിയ കുറവുണ്ടാക്കുന്നു. ഫേസ്ബുക്കിലെ ശരാശരി ഗ്ലോബൽ ആവറേജ് എൻഗേജ്മെന്റ് റേറ്റ് കേട്ട് ഞെട്ടരുത്. ഒരു സാധാരണ പേജ് പോസ്റ്റിന് ഏകദേശം 0.063% മാത്രമാണ് ഫേസ്ബുക്കിന്റെ ഗ്ലോബൽ ആവറേജ് എൻഗേജ്മെന്റ് റേറ്റ്. മറ്റൊരു പ്ലാറ്റ്ഫോമിനും ഈ ദുർഗതിയില്ല. അതുകൊണ്ടാണ് 5000 കൂട്ടുകാരുള്ള ഒരു പ്രൊഫൈലിൽ നിന്നും പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോയ്ക്ക് 10-12 ലൈക്കുകളിൽ ഒതുങ്ങേണ്ടി വരുന്നത്. ഫേസ്ബുക്കിൽ ഓരോ നാളും സംഭാഷണങ്ങൾ നേർത്തു വരുന്നു. ചർച്ചകൾക്ക് സ്വാഭാവികത കുറയുന്നു. പ്ലാറ്റ്ഫോമിൽ മുമ്പത്തെ വർഷങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കൂടുതൽ പാസീവ് ബ്രൗസിംഗ്, കുറഞ്ഞ ഇന്ററാക്റ്റീവ് ഡിസ്കഷൻസ് എന്നിവയാണുള്ളത്. ഉപയോക്താക്കൾ ലോഗിൻ ചെയ്യുന്നു, കുറച്ച് സമയം സ്ക്രോൾ ചെയ്യുന്നു, ഒരു പരസ്യം കാണുന്നു, ലോഗൌട്ട് ചെയ്യുന്നു. അവർ ഉപയോഗിക്കുന്നു, പക്ഷേ ഇടപഴകുന്നില്ല. യൂസ് ബട്ട് ഡു നോട്ട് എൻഗേജ് സിറ്റുവേഷൻ. ഇതും പോരാതെ ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ മറ്റ് ആപ്പുകളിലെ പ്രവർത്തനങ്ങളാണ് അവിടെ കാണുന്നത് മുഴുവൻ. അവരുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറികൾ, അവരുടെ യൂട്യൂബ് വീഡിയോകൾ, വെബ്സൈറ്റ് ലിങ്കുകൾ. ഫേസ്ബുക്ക് മറ്റൊരു ലോകത്തേക്ക് പോകാനുള്ള ഒരു പോർട്ടലായി മാറുകയാണ്, അതിൻ്റെ സ്വന്തം ലോകം നശിപ്പിച്ചുകൊണ്ട്. ഇതിനു പുറമെ പ്രായമാകുന്ന ഫേസ്ബുക്ക് പോപ്പുലേഷൻ മറ്റൊരു അപകട സാധ്യതയുണ്ടാക്കുന്നു. ഡിജിറ്റൽ ഗ്രേവിയാർഡ് എന്നാണ് അനലിസ്റ്റുകൾ അതിനെ വിളിക്കുക. പഴയതോ നിഷ്ക്രിയമായതോ ആയ അക്കൗണ്ടുകളുടെ ധാരാളിത്തം. കഴിഞ്ഞ 5 വർഷമായി ലോഗിൻ ചെയ്യാത്തവരുടെ അല്ലെങ്കിൽ മരിച്ചുപോയവരുടെ പോലും പ്രൊഫൈലുകൾ. ഈ അക്കൗണ്ടുകൾക്ക് മൂല്യം കുറവാണ്, എങ്കിലും അവ സോഷ്യൽ ഗ്രാഫിനെ അലങ്കോലപ്പെടുത്തുന്നു. ഉപേക്ഷിക്കപ്പെട്ട ഒരു ചെറുഗ്രാമത്തിൽ നിന്നും ആദ്യം പുറത്തു കടക്കുക ചെറുപ്പക്കാരായിരിക്കുമല്ലോ. ഇനി അല്പം സാങ്കേതിക വിവരങ്ങൾ പറയാം. ഫേസ്ബുക്ക് ആദ്യം നിർമ്മിച്ചത് ലിനക്സ്, അപ്പാച്ചെ, MySQL, PHP കോഡുകളുടെ മിശ്രണമായ ലാംസ്റ്റാക്ക് ഉപയോഗിച്ചാണ്. ബില്യൺ കണക്കിന് ഉപയോക്താക്കളിലേക്ക് വളരാൻ അവർക്ക് ഹിപ്പ് ഹോപ്പ് ഫോർ PHP, മെംകാഷെഡ്, ഹേസ്റ്റാക്ക് എന്നിവ പോലുള്ള അവിശ്വസനീയമായ കസ്റ്റം മെയ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കേണ്ടി വന്നു.
ഈ സാങ്കേതികവിദ്യ അതിന്റെ സുവർണ കാലഘട്ടത്തിൽ മികച്ചതായിരുന്നുവെങ്കിലും യൂസർമാരും ഡാറ്റയും കൂടിയപ്പോൾ നിരന്തരമായ ബാക്ക്വേർഡ് കോമ്പാറ്റിബിലിറ്റി വേണ്ടിവന്നു. പുതിയ കാലത്തെ മിടുക്കന്മാരായ എതിരാളികൾ അവരുടെ ആർക്കിടെക്ചർ ആദ്യം മുതൽ മൊബൈൽ വീഡിയോ ഫസ്റ്റ് ലോകത്തിനായി മാത്രം നിർമ്മിച്ചു. ഫേസ്ബുക്ക് ടൊയോട്ട കൊറോളയെ പോലിരുന്നപ്പോൾ ടിക്ടോക്കും ഇൻസ്റ്റഗ്രാമും ആസ്റ്റൺ മാർട്ടിൻ 1 ആയത് അങ്ങനെയാണ്. ലളിതമായി പറഞ്ഞാൽ ഫേസ്ബുക്കിന്റെ ഹെവി ഫീഡ്, ലിങ്കുകൾ, ഫോട്ടോകൾ, ടെക്സ്റ്റ്, ഗ്രൂപ്പുകൾ, സജഷനുകൾ എന്നിവയുടെ ഒരു മിശ്രിതമാണ്. ഈ ലെഗസി ഡിസൈൻ ചോയ്സ് പുതിയ തലമുറ ഇഷ്ടപ്പെടുന്ന വേഗതയേറിയ സ്നാക്കബിളായ ഉള്ളടക്കത്തിന് വിപരീതമാണ്. ലോകം ഇനിയൊരു കഥ വായിക്കാനല്ല, കാണാനാണ് താല്പര്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാൻ ഫേസ്ബുക്ക് ഏറെ വൈകി. ഇതിനു പുറമെ ഫേസ്ബുക്ക് 1 മണിക്കൂർ സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മൾ എത്ര തവണ സ്വയം ഫ്രസ്ട്രേറ്റഡ് ആകും? ഫീച്ചർ ബ്ലോട്ട് എന്ന നശീകരണ വിദ്യ പരീക്ഷിച്ചപ്പോൾ ഫേസ്ബുക്കിന് സംഭവിച്ച ദുരന്തമാണിത്. മെറ്റയുടെ ആപ്പ് പരസ്പരം ഓവർലാപ്പ് ചെയ്യുന്ന വിനാശമാണ് ഫീച്ചർ ബ്ലോട്ട്. ഒറിജിനൽ ഫീഡ്, സ്റ്റോറീസ്, ലോങ് ഫോം വീഡിയോ, ഗ്രൂപ്പുകൾ, മാർക്കറ്റ് പ്ലേസ്, റീൽസ് ഇതെല്ലാം ആ ആപ്പിൽ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. പുതിയ ഉപയോക്താക്കളെ ലഭിക്കുമ്പോഴേ നഷ്ടപ്പെടുത്തുന്ന സങ്കീർണത. ഇതൊന്നും തിരിച്ചറിയാത്തവരല്ല സക്കർബർഗ് അടക്കം മെറ്റയുടെ ബോർഡ് റൂമിലുള്ളവർ. 2021 മെറ്റയിലെ പ്രൊഡക്ട് മാനേജറായിരുന്ന ഫ്രാൻസ് ഹോഗൻ കമ്പനിയിൽ നിന്നും പുറത്തു വന്ന് വിസിൽ ബ്ലോവറായി. ആയിരക്കണക്കിന് രഹസ്യരേഖകളാണ് അവർ മെറ്റയിൽ നിന്നും മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയത്. അതിൽ മാർക്ക് സക്കർബർഗ് തന്റെ കമ്പനി ബോർഡ് അംഗങ്ങൾക്ക് എഴുതിയ 100 കണക്കിന് ഇമെയിലുകളും ഉണ്ടായിരുന്നു. 2022 ലോകമാധ്യമങ്ങൾ ഇവ പ്രസിദ്ധീകരിച്ചു. മെറ്റയുടെ സ്വന്തം സീക്രട്ട് ആർക്കൈവുകളിൽ നിന്നും ഫ്രാൻസ് ഹോഗൻ ചോർത്തിയ ആഭ്യന്തര രേഖകളും ഇമെയിലുകളും ഫേസ്ബുക്കിനെ കുറിച്ചുള്ള അമ്പരപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു കൊണ്ടുവന്നത്. മാർക്ക് സക്കർബർഗ് മെറ്റ ബോർഡ് അംഗങ്ങൾക്ക് അയച്ച ഒരു ഇമെയിലിൽ എഴുതി, ലോക മാർക്കറ്റിൽ FB ആപ്പിന്റെ ഇടപെടൽ സ്ഥിരമായി തുടരുമ്പോഴും അതിന്റെ സാംസ്കാരിക പ്രാധാന്യം അതിവേഗം കുറയുന്നതായി തോന്നുന്നു. ഇത് ഭാവിയിൽ വന്നേക്കാവുന്ന വലിയ രോഗങ്ങളുടെ ലക്ഷണമാണ്. കോടിക്കണക്കിന് ലോഗിനുകൾ ഉണ്ടായിട്ടും സ്ഥിരമായ എൻഗേജ്മെന്റുകൾ ഉണ്ടായിട്ടും പുതിയ ചർച്ചകളും ട്രെൻഡുകളും ആധുനിക ലോകത്തിന്റെ ഡിജിറ്റൽ വ്യക്തിത്വവും രൂപപ്പെടുത്താനുള്ള ശക്തി ഫേസ്ബുക്കിന് ചോർന്നു പോയിരിക്കുന്നു. സക്കർബർഗ് തന്റെ രഹസ്യ ഇമെയിലിൽ തുടരുന്നു, ഫേസ്ബുക്കിന്റെ ആത്മാവായ ഫ്രണ്ട്സ് മോഡൽ മരിക്കുകയാണ്. കഴിഞ്ഞ 20 വർഷമായി ഫ്രണ്ടിംഗ് ആയിരുന്നു പ്ലാറ്റ്ഫോമിന്റെ അടിസ്ഥാനം. യൂസർമാർ ആളുകളെ കൂട്ടിച്ചേർത്തു, അവർ അതേ യൂസറെ തിരിച്ച് സുഹൃത്താക്കി. എന്നാൽ ഫേസ്ബുക്കിന്റെ അടിസ്ഥാനമായ ഫ്രണ്ടിംഗ് ഇപ്പോൾ കാലഹരണപ്പെട്ടതായി തോന്നുന്നു. ഇനി വരാനിരിക്കുന്നത് ഫോളോവിംഗ് കാലഘട്ടമാണ്. ഫ്രണ്ട്സ് ലിസ്റ്റുകൾ പഴകി, നെറ്റ്വർക്കുകൾ വികസിക്കുന്നില്ല. യുവാക്കൾക്ക് ഫ്രണ്ട് റിക്വസ്റ്റുകളിലോ കോമൺ കണക്ഷനുകളിലോ പേഴ്സണൽ ടൈം ലൈനുകളിലോ താല്പര്യമില്ലാതായി. ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക്, ട്വിറ്റർ എന്നിവയുടെ യുഗത്തിൽ ഫോളോവേഴ്സ് ഫ്രണ്ട്സിനെ മാറ്റി സ്ഥാപിച്ചു. ഒരാളെ ഫോളോ ചെയ്യാൻ നിങ്ങൾ അവരെ അറിയേണ്ട ആവശ്യമില്ല, അവരുടെ അംഗീകാരം ആവശ്യമില്ല. ബന്ധങ്ങളല്ല, കണ്ടന്റാണ് ഫീഡിനെ ഭരിക്കുന്നത്, ഇമെയിലിൽ സക്കർബർഗ് വിശദീകരിച്ചു. ഇതിനുശേഷം സക്കർബർഗിന്റെ ഇമെയിലിലെ അമ്പരപ്പിക്കുന്ന ഭാഗം വന്നു. ലോകമെമ്പാടുമുള്ള സാങ്കേതിക വിദഗ്ധരെ ഞെട്ടിച്ച ഒരു വാചകം. മുഴുവൻ ഫ്രണ്ട് ഗ്രാഫും മായ്ച്ചു കളയാൻ സക്കർബർഗ് ഇമെയിലിൽ നിർദ്ദേശിച്ചു. അതെ, 20 വർഷമായി ഫേസ്ബുക്ക് നിർമ്മിച്ച സൗഹൃദങ്ങളുടെ സങ്കീർണമായ നെറ്റ്വർക്ക് ഡിലീറ്റ് ചെയ്യുക. ഫേസ്ബുക്ക് ക്ലീൻ സ്ലേറ്റിൽ തുടക്കം മുതൽ ആരംഭിക്കുക. മെറ്റയിൽ നിന്നും ചോർന്നുപോയ ഇമെയിലിലെ ഈ ഭാഗം ടെക് ലോകത്ത് മാത്രമല്ല, ഓഹരി വിപണിയിലും പ്രകമ്പനങ്ങൾ സൃഷ്ടിച്ചു. ഒരു ദിവസം ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്യുമ്പോൾ അതിൽ ഇങ്ങനെ കാണാം, നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ സുഹൃത്തുക്കളില്ല, ബാല്യകാല ബന്ധങ്ങളില്ല, കോളേജ് ഗ്രൂപ്പുകളില്ല, റിലേഷൻഷിപ്പ് സ്റ്റാറ്റസുകളില്ല, ഒന്നുമില്ല. ഒരു ന്യൂക്ലിയർ റീസെറ്റ് പോലെ സമ്പൂർണ്ണം. തീർച്ചയായും ഇത് വളരെ അപകടകരമാണെന്ന് സക്കർബർഗ് ഇമെയിലിൽ സമ്മതിച്ചു. യൂസർമാരുടെ കൂട്ടകലാപത്തിന് ഇത് കാരണമാകും. ഓഹരി വിപണിയിൽ മെറ്റ മൂക്കുകുത്തും. എന്നിട്ടും സക്കർബർഗ് പറഞ്ഞു, ഫേസ്ബുക്ക് നാം പൊളിച്ചു പണിയണം, അത് കാലഹരണപ്പെട്ടിരിക്കുന്നു. ചോർന്നുപോയ ഇമെയിലുകൾക്ക് ശേഷം 3 വർഷം കടന്നുപോയി. 2025 ജനുവരിയിൽ നടന്ന മെറ്റയുടെ 4th ക്വാർട്ടർ ഇൻവെസ്റ്റർ കോൺഫറൻസിൽ സക്കർബർഗ് ഒരു കാര്യം വ്യക്തമാക്കി, ഫേസ്ബുക്ക് ഇപ്പോഴും മുടങ്ങുകയാണ്. അതുകൊണ്ട് അതിന്റെ പഴയ സംസ്കാരം വീണ്ടെടുക്കാൻ ഒരു പ്രൊജക്ട് പ്രഖ്യാപിക്കുന്നു, OG ഫേസ്ബുക്ക്. OG ഫേസ്ബുക്ക് എന്നാൽ ഒറിജിനൽ ഫേസ്ബുക്ക്. അതിന്റെ വേരുകളിലേക്കും യഥാർത്ഥ ശീലങ്ങളിലേക്കുമുള്ള മടക്കം, നമ്മളെല്ലാം ഇഷ്ടപ്പെട്ട ഫേസ്ബുക്കിലേക്കുള്ള മടക്കം. എന്നാൽ ഇവിടെ ഒരു വഴിത്തിരിവുണ്ട്. ഈ വേരുകളിലേക്കുള്ള മടക്കം യഥാർത്ഥത്തിൽ ഒരു മടങ്ങിപ്പോക്കല്ല. കാരണം ഫേസ്ബുക്ക് പിറന്ന ലോകം സ്ഥിരമായി മാറിക്കഴിഞ്ഞു. അങ്ങനെ സക്കർബർഗിന്റെ നിർദ്ദേശപ്രകാരം മെറ്റ അപ്ഡേറ്റ് ചെയ്ത ഒരു ഫ്രണ്ട്സ് ടാബ് പുറത്തിറക്കി. സാധാരണ മനുഷ്യർ തങ്ങളുടെ വാളിൽ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് റീച്ചും എൻഗേജ്മെന്റും നൽകാനുള്ള പുതിയ ശ്രമം. ജന്മദിനാശംസകൾ, ജീവിതത്തിലെ പുതിയ വിവരങ്ങൾ, രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ, എല്ലാത്തിനും അന്നു മുതൽ നല്ല റീച്ച് ലഭിക്കാൻ തുടങ്ങി. വൈറൽ ക്ലിപ്പുകളല്ല, യഥാർത്ഥ മനുഷ്യർ, മീമുകളല്ല, മൊമെന്റ്സ്. അപ്പോഴും നിർണായക ചോദ്യം അവശേഷിച്ചു, ഒരു ടാബ് കൊണ്ട് മാത്രം മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്കാരത്തെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുമോ? ഫേസ്ബുക്ക് വീണ്ടും മീനിങ്ഫുൾ സോഷ്യൽ കണക്ഷൻ വളർത്താൻ ശ്രമിക്കുകയാണ്. എന്നാൽ ലോകം വേഗത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നൊസ്റ്റാൾജിയ തിരികെ കൊണ്ടുവരാൻ കഴിയുമോ? 2025 വീണ്ടും മെറ്റയിൽ നിന്ന് ഇമെയിലുകൾ ചോർന്നു.
ഫ്രണ്ടിംഗ് പൂർണ്ണമായി ഉപേക്ഷിച്ച് ഫോളോവിംഗ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നതായി ഇമെയിലുകളിൽ മാർക്ക് സക്കർബർഗ് തന്റെ കമ്പനിയിലെ കോർ ഗ്രൂപ്പ് എഞ്ചിനീയർമാർക്കും ഇൻസൈഡർമാർക്കും വിവരം നൽകിയിരുന്നു. ഇൻസ്റ്റഗ്രാം, എക്സ്, ടിക്ടോക്ക്, യൂട്യൂബ് എന്നിവ പോലെ ഒരു ഫോളോ ഫസ്റ്റ് മോഡൽ. കൂട്ടായ ബന്ധങ്ങളില്ല, ഫ്രണ്ട് റിക്വസ്റ്റുകളില്ല, എൻ്റെ റിക്വസ്റ്റ് സ്വീകരിക്കുമോ എന്ന അവക്കോട് നിമിഷങ്ങളില്ല. പകരം ക്രിയേറ്റർമാർ, ഇൻഫ്ലുവൻസർമാർ, സെലിബ്രിറ്റികൾ, ഓപ്പൺ കണ്ടന്റ് സ്ട്രീം എന്നിവയാൽ നയിക്കപ്പെടുന്ന ഒരു ആഗോള നെറ്റ്വർക്ക്. സൗഹൃദങ്ങൾക്ക് പകരം പ്രേക്ഷകർ എന്നത് ഫേസ്ബുക്കിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഐഡന്റിറ്റി ഷിഫ്റ്റ് ആയിരിക്കുമെന്ന് മാർക്ക് സക്കർബർഗ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. DNA ലെവൽ പുനർനിർമ്മാണം. എന്നാൽ ഒരു കാര്യത്തെ മെറ്റയ്ക്ക് ഭയമാണ്. അവർ പെട്ടെന്ന് മാറിയാൽ യഥാർത്ഥ ഫേസ്ബുക്കിനെ ഇപ്പോഴും സ്നേഹിക്കുന്ന പ്രായമായ ഉപയോക്താക്കളെ നഷ്ടപ്പെടും. അവർ സാവധാനത്തിൽ മാറിയാൽ ഇതിനകം മനസ്സുകൊണ്ട് പോയി കഴിഞ്ഞ എന്നാൽ ഇപ്പോഴും ഫേസ്ബുക്ക് ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്ത യങ് യൂസർമാരെയും നഷ്ടപ്പെടും. പുതിയ പരിഷ്കാരം, ഫ്രണ്ട്സിൽ നിന്ന് ഫോളോവേഴ്സിലേക്കുള്ള മാറ്റം എന്ന് നടപ്പാകുമെന്ന് സക്കർബർഗ് ഇമെയിലുകളിൽ പറഞ്ഞിരുന്നില്ല. ഇപ്പോഴും നടപ്പായിട്ടുമില്ല. എന്നാലും മലയാളത്തിലടക്കം എലൻ ജോസ് പെരേരയും രാഹുൽ ഈശ്വറും അടക്കമുള്ള ചില ഭ്രാന്തൻ കണ്ടന്റുകൾക്ക് ഫേസ്ബുക്കിൽ ലഭിക്കുന്ന വലിയ റീച്ച് ഇത് സംബന്ധിച്ച സൂചനകൾ നൽകുന്നുണ്ട്. സക്കർബർഗ് മാത്രമല്ല, 1.5 ലക്ഷത്തിലേറെ പ്രധാന ഓഹരി ഉടമകൾ കണക്കില്ലാത്ത കോടികൾ നിക്ഷേപിച്ചിട്ടാണ് ഫേസ്ബുക്ക് നിലനിൽപ്പിനായി കിണഞ്ഞു ശ്രമിക്കുന്നത്. അവർക്ക് താല്പര്യമുള്ള ഒരേയൊരു കാര്യം അതിന്റെ റവന്യൂ ആണ്. ഓരോ സ്ക്രോളിലും ഓരോ ക്ലിക്കിനും പിന്നിൽ ബിസിനസ് ഉണ്ട്. ഫേസ്ബുക്കിന്റെ മൂല്യം ലളിതമായിരുന്നു. യൂസർ പ്ലസ് അറ്റൻഷൻ ഇസ് ഈക്വൽ ടു അഡ്വർടൈസിംഗ് പ്ലസ് ഇൻകം. ആ സൂത്രവാക്യം അവിശ്വസനീയമായ വിധത്തിൽ പ്രവർത്തിച്ചു. എന്നാൽ യൂത്ത് പോയതോടെ പരസ്യദാതാക്കൾക്ക് ഫേസ്ബുക്കിൽ താൽപ്പര്യം കുറഞ്ഞു. അവർ ഇൻസ്റ്റയിൽ പരസ്യങ്ങൾ നൽകി, ഫേസ്ബുക്ക് ഫീഡുകളെ ഒഴിവാക്കി. 2022 ഫേസ്ബുക്കിന്റെ പാരന്റ് കമ്പനിയായ മെറ്റയുടെ വളർച്ചയിൽ കാര്യമായ കുറവുണ്ടായി. ആദ്യമായി പരസ്യ വരുമാനവും ഗ്ലോബൽ എക്സ്പാൻഷനും സാച്ചുറേഷൻ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി. ഫേസ്ബുക്കാണ് അന്നും ഇന്നും മെറ്റയുടെ കറവ പശു. അവരുടെ മൊത്തം വരുമാനത്തിന്റെ 97%-ലധികം, പ്രതിവർഷം $100 ബില്യൺ കൂടുതൽ പരസ്യ ബിസിനസ് നേടാൻ ഈ പ്ലാറ്റ്ഫോമിന് കഴിഞ്ഞു. 2018 തന്നെ കണക്കുകൾ വളരെ വലുതായിരുന്നു. വരുമാനം $55.1 ബില്യൺ. ഈ വരുമാനം 2019 $69.66 ബില്യൺ ആയും കോവിഡ് വർഷത്തിൽ $84.17 ബില്യണായും ഉയർന്നു. 2021 $114.93 ബില്യൺ പരസ്യവരുമാനം രേഖപ്പെടുത്തി. 2022 മാക്രോ എക്കണോമിക് ഘടകങ്ങളും ആപ്പിളിന്റെ ATT പോലുള്ള പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി മാറ്റങ്ങളും കാരണം വാർഷിക പരസ്യവരുമാനം ആദ്യമായി 1.1% കുറഞ്ഞ് $113.64 ബില്യണിലെത്തി. ബിസിനസ് വീണ്ടും മെച്ചപ്പെട്ട് 2023 $118.96 ബില്യണും 2024 $121.8 ബില്യണുമായി. വളർച്ച തുടരുന്നുണ്ടെങ്കിലും അതിന്റെ വേഗത കുറവാണ്. ഈ ഘട്ടത്തിൽ ഗൂഗിൾ ആഡ്സ് സ്റ്റഡി ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. മെറ്റ ആഡ്സിനേക്കാൾ 4% വരെ വാർഷിക വളർച്ച കൂടുതൽ. ഓർക്കുട്ടിന്റെ വിധിയാണോ ഫേസ്ബുക്കിന്? അത് പ്രവചിക്കാൻ കൃത്യമായ അനലിറ്റിക്കൽ മോഡൽ ഇനിയും ഉണ്ടായിട്ടില്ല. എന്നാൽ പഴയ ക്ലാസ്മേറ്റ്സിനെ കണക്ട് ചെയ്ത, സുഹൃത്തിനെ കാണിച്ചു തന്ന, അപരിചിതരെ സമൂഹങ്ങളാക്കി മാറ്റിയ ഫേസ്ബുക്ക് ഇനി ഒരിക്കലും പഴയതുപോലെ ആകില്ല. അത് അൽഗോരിതങ്ങളുടെയും പരസ്യങ്ങളുടെയും അവസാനമില്ലാത്ത സ്ക്രോളിങ്ങിന്റെയും യുദ്ധക്കളമായി മാറിക്കഴിഞ്ഞു. എങ്കിലും ഫേസ്ബുക്ക് മരിച്ചിട്ടില്ല, ഇന്നില്ല, നാളെയും ഉണ്ടാവില്ല. അതൊരു പക്ഷേ നമ്മുടെയെല്ലാം ഡിജിറ്റൽ ഗ്രേവ്യാർഡ് ആയേക്കാം, ഓർമ്മകളുടെ പഴയ ആമാടപ്പെട്ടി. പക്ഷെ അതുണ്ടാകും, അവിടെ തന്നെ ഉണ്ടാകും.